മദ്രസയിൽ നിന്ന് എല്ലാവിധ വിദ്യാഭ്യാസവും ആ കുട്ടിയുടെ പ്രായവും പരിധി അനുസരിച്ച് ലഭ്യമാവുന്നുണ്ട്. അതൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ വീടകങ്ങളിൽ സംവിധാനങ്ങളില്ല. കുട്ടികൾ ഗൈബിലായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ മദ്രസയിൽ എത്തുമ്പോഴത്തിന് സ്കൂളിൽ 5ഉം 6ഉം എത്തുമ്പോഴേക്ക് SSLC വരാണ്ട് എന്നും പറഞ്ഞിട്ട് മദ്രസ നിർത്തുകയാണ്. കുട്ടി 7ാം ക്ലാസ്സിലൊക്കെ അബദ്ധത്തിലെത്തിയ SSLC എന്ന് പറഞ്ഞ് പിന്നെ മദ്രസിന്റെ പരിപാടിയേ ഇല്ല. ഈ 7ാം ക്ലാസ്സിൽ നിന്ന് SSLCയെ പേടിച്ച് മദ്രസ നിർത്തിയ കുട്ടി 3 വർഷം 4 വർഷവും ഫുൾ ടൈം SSLCക്ക് പ്രിപ്പയർ ചെയ്യണോ? അല്ല, ഓൻ സിനിമ കാണുന്നുണ്ട്, ഇഷ്ടം പോലെ ഗെയിം കളിക്കുന്നുണ്ട്, വിരുന്ന് പോകുന്നുണ്ട്, പന്ത് കളിക്കുന്നുണ്ട്, കടന്നുറങ്ങുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. പക്ഷെ മദ്രസ നിർത്തി. എന്തേ കാര്യം? അല്ലോ SSLC വരല്ലേ എന്ന്. ഒരൊറ്റ മണിക്കൂർ മദ്രസയിൽ ഉസ്താദിന്റെ മുമ്പ് കുട്ടി ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ SSLC കാലത്ത് വല്ലാത്ത ടാസ്ക് ഒന്നും കൊടുക്കൂല. കുട്ടിയെ പരിഗണിച്ച ഉസ്താദന്മാരവിടെ നിർത്തുക. ആ ഒരു ഖുർആനോത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ദീന് പഠിക്കുന്ന ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കുട്ടി SSLCയിൽ അപ്രതീക്ഷിതമായി ഫുൾ A+ വാങ്ങി വിജയിക്കുമായിരുന്നു. പക്ഷെ അതിന് നമുക്ക് മനസ്സ് വരുന്നില്ല. എന്നിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുക. ഓടിക്കൊണ്ടിരിക്കണ പെണ്ണിനെ കാണുമ്പോൾ, ചാടിപ്പോണ പെണ്ണിനെ കാണുമ്പോൾ, ആൺകുട്ടിനെയും കൂട്ടി വീട്ടിലേക്ക് കയറി വന്നിട്ട് എനിക്കിനി പെണ്ണൊന്നും തിരയണ്ട, ഞാനും ഇവനും തമ്മിൽ ഗേ വിവാഹം നടത്തി ജീവിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സ്വന്തം മകനെ കാണുമ്പോൾ, സഹോദരനെ കാണുമ്പോൾ അന്താളിച്ച് നിൽക്കുക നമ്മൾ.